ഹിജറ വർഷമനുസരിച്ച് വീണ്ടും ഒരു ഈദുൽ അദ്ഹ നമ്മുടെ മുന്നിൽ സമാഗതമാകുമ്പോൾ, അല്ലെങ്കിൽ 2026 മെയ് മാസം ഒരു ഈദുൽ അദ്ഹ നാം ആഘോഷിക്കുമ്പോൾ, അത് കേവലം ഒരു ആഘോഷം എന്നതിനപ്പുറം ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ചുള്ള അനുസ്മരണമാണ് മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിന്റെ പുനരാവിഷ്കാരമാണ് ഓരോ ഈദുൽ അദ്ഹയും എന്ന് പറയുന്നത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നമുക്ക് മുന്നേ വഴി നടന്ന നല്ല മനുഷ്യരെ നാം ഓർക്കുകയും സ്മരിക്കുകയും നമ്മുടെ ജീവിതത്തോട് അവരുടെ ജീവിതത്തെ ചേർത്ത് അണച്ചു പിടിക്കുകയും ചെയ്യുമ്പോഴാണ്. നമുക്ക് അങ്ങനെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ആ ചരിത്രത്തിൽ നീതിയുടെ പക്ഷത്ത്, ധർമ്മത്തിന്റെ പക്ഷത്ത്, സത്യത്തിന് വേണ്ടി നിലയുറപ്പിച്ച പ്രവാചക പാന്താവ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവിടെ അത് മാത്രമല്ല, മറുഭാഗത്ത് അനീതിയുടെ, അധർമ്മത്തിന്റെ, അസത്യത്തിന്റെ വക്താക്കളായി നിന്നുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തെറ്റിച്ചുകൊണ്ട് ഭരണം ഉറപ്പിച്ച സ്വേച്ഛാധിപതികളായ, ഏകാധിപതികളായ ഭരണാധികാരികളുടെ ഒരു പാന്താവും നമുക്ക് കാണാൻ കഴിയും. ഫിർഔനിനെ പോലെ, നമ്രൂദിനെ പോലെ, ഈസാ നബി അലൈഹിസ്സലാമയുടെ ഒറ്റുകാരെ പോലെ യേശുക്രിസ്തു എന്ന് പറയപ്പെടുന്നു. ഈസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതം, ഓരോ ജീവിതങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ സത്യത്തിന്റെ പക്ഷക്കാർ എപ്പോഴും അവരെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ശബ്ദങ്ങൾക്ക് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വലിയ ഗ്ലാമർ ഇല്ല എന്ന് തന്നെ പറയണം. അന്ന് അധികാരമുള്ള, പോലീസുള്ള, പട്ടാളമുള്ള ഭരണകർത്താക്കളോടൊപ്പമാണ് മനുഷ്യർ ബഹുഭൂരിഭാഗവും ദൗർഭാഗ്യവശാൽ നിസ്സഹായതയുടെ പേരിലോ മറ്റോ ചേർന്ന് നിന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ അവർ ഉയർത്തിയ, പ്രവാചകന്മാർ ഉയർത്തിയ നീതിയുടെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ ആശയങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അവർ പിന്നോട്ട് പോയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അങ്ങനെ ഒരു ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലും നമുക്ക് ഈ സമാനത കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാമും ഇസ്രായേലികളും പാർശ്വവൽക്കരിക്കപ്പെട്ടപ്പോൾ അന്ന് ആളുകൾ ബഹുഭൂരിപക്ഷവും ചേർന്ന് നിന്നത് ഫിർഔനിന്റെ പക്ഷത്തേക്കാണ്. ഫിർഔനാകട്ടെ ലോകം കണ്ട ഏറ്റവും സ്വേച്ഛാധിപതിയായ അന റബ്ബുക്കുമുൽ അഅല, നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബാണ് ഞാനെന്ന് വാദിച്ച ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. പക്ഷേ ഫിർഔനിന്റെ ആ സ്വേച്ഛാധിപത്യവും ഏകാധിപത്യവും ചെങ്കടലിൽ മുങ്ങി നശിക്കുന്നതോടുകൂടി അസ്തമിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഫിർഔനിനെ ലോകം അനുസ്മരിക്കുകയാണോ ശപിക്കുകയാണോ ചെയ്യുന്നത്? ശപിക്കുകയാണ്. എന്നാൽ അവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയണം, പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമാണ്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സത്യത്തിന്റെയും സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് പകർന്ന് ആ രംഗത്ത് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ ഊർജത്തോടുകൂടി മുന്നോട്ട് പോയ ഒരു പ്രവാചകൻ അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നമ്രൂദിന്റെ നാശത്തോടുകൂടി നമ്രൂദിന്റെ ചരിത്രം അവിടെ അവസാനിച്ചു. നമ്രൂദിനെ വാഴ്ത്തുന്ന, അനുസ്മരിക്കുന്ന, ഓർക്കുന്ന പിൻഗാമികൾ നമ്രൂദിന് ഉണ്ടായില്ല. പക്ഷേ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ലോകം ഓർത്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും യഹൂദരും സെമിറ്റിക് മതവിഭാഗങ്ങളെല്ലാം തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. ഓരോ നമസ്കാരത്തിലും അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നാം നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം കൈകെട്ടി നിർവഹിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അതൊരു ഇബ്രാഹിമി പ്രാർത്ഥനയാണ്. അങ്ങനെ ഇബ്രാഹിം ജീവിക്കുന്നു. ഈദുൽ അദ്ഹ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ പുനരാവിഷ്കാരമാണ്, അനുസ്മരണമാണ്. കേവലം ആഘോഷം എന്നതിനപ്പുറം
ആ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്താപരമായ ഒരു സഞ്ചാരം നടത്തി കഴിഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ, ആധുനിക ഫിസിക്സ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ടൈം ട്രാവൽ. അതായത് മനുഷ്യൻ അവന്റെ ബോഡി കൊണ്ട് തന്നെ നാളെയിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന്, അവിടെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുമെന്ന്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ മനുഷ്യ ചിന്തകളെ തട്ടിയുണർത്തിക്കൊണ്ട് ചിന്തകൾ കൊണ്ട് ഒരു ടൈം ട്രാവൽ നടത്തണം എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. അതാണ് പ്രവാചകന്മാരുടെ ചരിത്രം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അങ്ങനെയുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തെ നാം ഓരോ വർഷവും ഇങ്ങനെ അനുസ്മരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, ഏതെല്ലാം നിറത്തിലും ഭാവത്തിലുമാണ് ഓരോ വർഷവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്, നാം കാണുന്നത്. എത്ര വർണ്ണങ്ങളാണ്, എത്ര നിറങ്ങളാണ്, എത്ര അലങ്കാരങ്ങളാണ് ആ ചരിത്രത്തിനുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ദഅവത്തു അബി ഇബ്രാഹിം, എന്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ സ്വീകാര്യതയാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം, യുവാക്കൾ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമൂഹമാണ്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമാണ്. ഇസ്ലാം എക്കാലഘട്ടത്തിലും ചോദ്യങ്ങളെ സഹിഷ്ണുതയോടുകൂടി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ചോദിക്കാനാണ് അള്ളാഹു പറയുന്നത്, ചിന്തിക്കാനാണ് അള്ളാഹു പറയുന്നത്. ചിന്തിച്ച് ചിന്തിച്ച് ചോദിക്കാൻ. ചോദ്യം എന്ന് പറയുന്നത് ഒരു കലയാണ്. ചോദിക്കാൻ അറിയണം. ഇന്ന് ഉത്തരങ്ങളുണ്ട്. AI യുഗമായതുകൊണ്ട് എല്ലാ ഉത്തരങ്ങളും അവിടെയുണ്ട്. ആ യുഗത്തെ ശരിയായ രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ളവർക്കാണ്. ചോദിക്കാൻ അറിയണം എന്നുള്ളത്. ഉത്തരങ്ങൾ നമ്മൾ നിർമ്മിക്കേണ്ടതില്ല, ഉത്തരങ്ങൾ അവിടെയുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വാസന, മനുഷ്യന്റെ ക്യൂരിയോസിറ്റി, ഇത് ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. അതാണ് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചത്. മനോഹരമായ ചോദ്യങ്ങൾ, ലളിതമായ ചോദ്യങ്ങൾ, ശക്തിമത്തായ ചോദ്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിതാവിനോട് ചോദിച്ചു, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അല്ലയോ എന്റെ പൊന്നു പിതാവേ. പിതാവ് ബഹുദൈവ ആരാധനയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുമ്പോൾ പോലും ആ പിതാവിനോടുള്ള സ്നേഹവാത്സല്യം നഷ്ടപ്പെടുത്താതെയാണ് പ്രബോധനത്തിന്റെ അഭിസംബോധന എന്ന് നമ്മൾ ആലോചിക്കണം. യാ അബത്തി എന്ന അറബി പദത്തിന്റെ അർത്ഥം പിതാവേ എന്നല്ല, എന്റെ പൊന്നു പിതാവേ എന്നാണ്. യാ ബുനയ്യ, പ്രവാചകന്മാർ മക്കളെ സംബോധന ചെയ്തതും അങ്ങനെയാണ്. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറാത്ത മകനെ വിളിച്ചത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നു മകനെ എന്നാണ്. ആ വാത്സല്യം, ആ സ്നേഹം മറുപക്ഷത്ത് നിലയുറപ്പിക്കുമ്പോഴും നീ കേറ് ഞങ്ങളോടൊപ്പം. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. കേൾക്കാത്ത, കാണാത്ത, താങ്കൾക്ക് ഒരു പ്രയോജനവും ചെയ്യാത്തതിനെ താങ്കൾ എന്തിനെ ആരാധിക്കുന്നു എന്ന ലളിതവും ശക്തവുമായ ചോദ്യം, ഉത്തരങ്ങൾ അന്വേഷിച്ചുള്ള ചോദ്യം. ഉത്സവപ്പറമ്പിലേക്ക് ബാബിലോണിയൻ ഗ്രാമവാസികൾ മടങ്ങി വന്ന വേളയിൽ തന്റെ പിതാവ് നിർമ്മിച്ചൊരുക്കിയ വിഗ്രഹങ്ങൾ നിലംപരിശായി കിടക്കുന്നത് കണ്ട ജനസമൂഹം രോക്ഷാകുലരായി. അതിൽ ഒരു വിഗ്രഹത്തിന്റെ, ഏറ്റവും വലിയ വിഗ്രഹത്തിന്റെ തലയിൽ ഒരു കോടാലി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് ഈ വിഗ്രഹങ്ങളെ തച്ചു തകർത്തത് എന്ന് അവർ കുശലം പറഞ്ഞപ്പോൾ അവിടെ നിന്നൊരു മനുഷ്യൻ പറഞ്ഞു, സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാള് ഈ വിഗ്രഹങ്ങളെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്കിൽ ഇബ്രാഹിമിനെ ഹാജരാക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ജനസമക്ഷത്തിൽ ഹാജരാക്കിക്കൊണ്ട് ഇബ്രാഹിമിനോട് ചോദിച്ചു, അൻത ഫഅൽത ഹാദാ ബിആലിഹതിനാ യാ ഇബ്രാഹിം, നമ്മളുടെ ദൈവങ്ങളോട് ഇബ്രാഹിമേ നീയാണോ ഇത് ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തു എന്നോ ചെയ്തില്ല എന്നോ പറഞ്ഞില്ല. അദ്ദേഹം ചോദ്യം ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളിൽ ചോദ്യമുണ്ട്, ചോദ്യങ്ങളിൽ ഉത്തരമുണ്ട്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നാം കാണുന്നത്. ചോദ്യങ്ങളിൽ ഉത്തരമുണ്ട്, ഉത്തരങ്ങളിൽ ചോദ്യം ഒളിപ്പിക്കും. അദ്ദേഹം പറഞ്ഞു,
ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ. തലയിൽ കോടാലി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ വലിയ വിഗ്രഹത്തോട് ഒന്ന് ചോദിച്ചു നോക്കൂ, അവർ പറയട്ടെ, അതെങ്കിലും ഒന്ന് പറഞ്ഞു തരട്ടെ എന്ന്. വലിയൊരു ചോദ്യമാണ്, ആശയ സംവാദത്തിന്റെ ഒരു ഭൂമികയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ സൃഷ്ടിക്കുന്നത് എന്ന് നാം കാണണം. റബ്ബിനെ അന്വേഷിച്ചുകൊണ്ടുള്ള ചിന്താപരമായ ഒരു ടൈം ട്രാവൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, എന്റെ റബ്ബ് എവിടെ? ഇതാ ചോദ്യം, എന്റെ റബ്ബ് എവിടെ? നക്ഷത്രങ്ങളെ കാണുന്നു, ഇതായിരിക്കാം എന്റെ റബ്ബ്. പ്രതീകാത്മകമായ ഒരു സന്ദേശം പങ്കുവെക്കലാണത്. അദ്ദേഹം സമ്മതിക്കുകയല്ല, വിശ്വസിക്കുകയല്ല ഇതാണ് റബ്ബ് എന്ന്. അദ്ദേഹത്തിന് അത് വിശ്വാസമില്ല. ജനങ്ങളുടെ മുന്നിൽ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഈ നക്ഷത്രം എന്റെ റബ്ബാണ്. ഇത് അസ്തമിച്ചപ്പോൾ, അല്ല, ഇതിന്റെ അസ്തമയത്തെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബ് ഉണ്ടാകില്ലേ? അതാരാ? ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ, അങ്ങനെയാണ് നിലാവുദിച്ചത്. നിലാവുദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ് എന്ന്. അതും അസ്തമിച്ചപ്പോൾ അല്ല, അസ്തമിക്കുന്നതിന് ഒരു നാഥൻ ഉണ്ടാകണം. ആ നാഥൻ എവിടെ? അപ്പോഴാണ് ഫലമ്മാ റഅ ശംസ, സൂര്യൻ ഉദിച്ചത്. ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇത് വലുതാണ്, ഇതാണ് എന്റെ റബ്ബ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതും അസ്തമിച്ചപ്പോൾ ഇല്ല. അസ്തമയങ്ങളെയും ഉദയാസ്തമയങ്ങളെയും നിയന്ത്രിക്കുന്ന, രാപ്പകലുകളുടെ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുന്ന, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്ന സർവശക്തനായ റബ്ബ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ചിന്തകൾക്ക് അതീതവുമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതും ഇന്നും ഓരോ തക്ബീറിന് ശേഷവും നാം കൈകെട്ടി പ്രാർത്ഥിക്കുന്നതും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ലളിതമായ ചോദ്യങ്ങളിൽ ശക്തമായ സന്ദേശങ്ങൾ, ഉത്തരങ്ങൾ അടക്കി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നമ്രൂദിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംവദിച്ചത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്ന് നമ്രൂദ് അവകാശപ്പെട്ടപ്പോൾ, അതിൽ ഒരു കൗശലം പ്രയോഗിച്ചപ്പോൾ ഇബ്രാഹിമിന്റെ ചോദ്യം ഇതായിരുന്നു, എന്റെ റബ്ബ് കിഴക്ക് നിന്ന് സൂര്യനെ കൊണ്ടുവരികയും പടിഞ്ഞാറ് അസ്തമിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് സൂര്യനെ കൊണ്ടുവരാൻ നിനക്ക് കഴിയുമോ? സർവ്വതിന്റെയും സൃഷ്ടാവാണ് റബ്ബെന്ന്, പരിപാലകനെന്ന് നീ വാദിക്കുമ്പോൾ അതിന് കഴിയുമോ എന്ന് ചോദ്യങ്ങൾ, മനോഹരമായ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിൽ ഗംഭീരമായ ഉത്തരങ്ങൾ, മനോഹരമായ ഉത്തരങ്ങൾ, അതിൽ ഗംഭീരമായ ചോദ്യങ്ങൾ. ഇതാണ് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അതുകൊണ്ട് നമ്മളുടെ തലമുറയിലെ യുവതി യുവാക്കളോട്, സ്ത്രീകളോട്, പുരുഷന്മാരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയട്ടെ, സമൂഹം നിർമ്മിച്ചൊരുക്കുന്ന ട്രെൻഡുകളുടെ പുറകെ പോകാതെ അള്ളാഹു നമ്മുടെ ഉള്ളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ചിന്താവൈഭവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയണം. ശരിയായ ചോദ്യങ്ങൾ ശരിയായ ഉത്തരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അങ്ങനെയാണ് മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ജ്ഞാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് നമ്മളുടെ മുന്നിൽ പഠിപ്പിച്ചു തന്നു. രണ്ടാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാം നഷ്ടപ്പെട്ട ഒരു സന്ദർഭം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ട്. പ്രബോധന മേഖലകളിൽ സത്യം പറഞ്ഞതിന്റെ പേരിൽ, ധർമ്മത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, കുടുംബത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടു, സമൂഹത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടു, ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെതിരെ തിരിഞ്ഞു, തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയപ്പെട്ടു, അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽറ്റു, അവസാനം ഹിജറ ചെയ്യേണ്ടി വന്നു. എവിടേക്കാണ് പലായനം ചെയ്തത്? മക്കയിലേക്കാണ് പലായനം ചെയ്തത്. മക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ മനുഷ്യവാസ യോഗ്യമല്ലാത്ത മണലാരുണ്യത്തിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പലായനം ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. ഭക്ഷണമോ വെള്ളമോ ലഭിക്കാത്ത മണലാരുണ്യം, പരന്നു കിടക്കുന്ന മണലാരുണ്യത്തിലാണ് തന്റെ കുടുംബത്തെ കൊണ്ട് പാർപ്പിക്കുന്നത്. എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഒരു മനുഷ്യൻ, ചരിത്രത്തിലെ ഒരു മഹാപുരുഷൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ
ഹീറോ പരിവേഷത്തിൽ നിന്നും സീറോ ലെവലിലേക്ക് പോകുന്ന ഒരു സന്ദർഭം. നമ്മൾ ജീവിതത്തിലെ നഷ്ടകഷ്ടങ്ങളിൽ അമ്പരന്ന് നിന്നുകൊണ്ട് എത്രയോ ആളുകളാണ് ഡിപ്രഷനിലേക്ക് പോയി മരുന്നുകൾ കഴിച്ച് ജീവിക്കുന്നത്. ഈമാനുള്ള മുഅ്മിൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ പഠിക്കാൻ ഏറെയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന്, സീറോ ലെവലിലേക്ക് പോയി. മക്കയിലാണ് വരുന്നത്, അവിടെ റിസോഴ്സ് ഇല്ല, സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. പക്ഷെ അവിടെയാണ് കഅബ നിർമ്മിക്കപ്പെട്ടത്, അവിടെയാണ് സഫ മർവയുണ്ടായത്, അവിടെയാണ് മിനയും മുസ്ദലിഫയും ഉണ്ടായത്, അവിടെയാണ് ലക്ഷക്കണക്കിന് ഹാജിമാർ ഇന്നലകളിൽ അറഫയിൽ സംഗമിച്ചത്. ഇതിനേക്കാളും ഈമാനികമായ ഒരു മോട്ടിവേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. ഞങ്ങളുടെ റബ്ബേ, എൻ്റെ കുടുംബത്തെ ഞാൻ പ്രാർത്ഥിച്ച് പാർപ്പിച്ചിരിക്കുന്നത് കാർഷിക യോഗ്യമല്ലാത്ത ഒരു പ്രദേശത്താണ് റബ്ബേ. ഇൻദ ബൈതികൽ മുഹറം, അനുഗ്രഹീതമാക്കപ്പെട്ട നിന്റെ ഭവനത്തിന്റെ അടുക്കൽ. ആ ഭവനം, ഇത് പറയുമ്പോൾ ആ ഭവനം അവിടെയുണ്ടോ? കഅബയുണ്ടോ? ഇല്ല. നിന്റെ അനുഗ്രഹീതമാക്കപ്പെട്ട ഭവനം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുമ്പോൾ ആ ഭവനം അവിടെ ഇല്ല. ഇതല്ലേ മാനിഫെസ്റ്റേഷൻ? ഞാൻ വിചാരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെക്കാളും ഒരു മുഅ്മിനിന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്ര ഉദാത്തമായ മാതൃകയാണ്. അവിടെ ഇല്ല, ഉറപ്പാണ്, ഈമാനികമായ ഉറപ്പാണ്, അവിടെ വരും കഅബ. കഅബ നിർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളൊക്കെ എടുത്താൽ നമുക്കിത് കാണാൻ സാധിക്കും. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ. കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, ഇവരിലേക്ക് നീ നിയോഗിക്കണമേ റസൂലൻ, ഒരു റസൂലിനെ. ആർക്ക് വേണ്ടിയിട്ടാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇവരിലേക്ക് നീ നിയോഗിക്കണമേ. അവർ എന്ന് പറയണമെങ്കിൽ ഒരു ജനം അവിടെ വേണ്ടേ? ജനമില്ല, പക്ഷെ ജനം വരും. ആ ഉറപ്പ് എവിടെ നിന്ന് കിട്ടിയതാണ്? ഈമാനികമായ ഉറപ്പാണ്. ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ സാഹചര്യത്തിൽ എത്തിപ്പെട്ടു. യാതൊരു വിഭവങ്ങളുമില്ലാതെ പ്രതികൂലങ്ങളെല്ലാം, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ട് അവിടെ നിന്ന് നിർമ്മിച്ചൊരുക്കിയ ഭവനത്തിന്റെ പേരാണ് കഅബ. ജഅലല്ലാഹുൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ്. ലോക മനുഷ്യരുടെ നിലനിൽപ്പിന് ആധാരമാണ് കഅബ എന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. പ്രിയമുള്ളവരെ, അല്ലാഹു എന്നോടും നിങ്ങളോടും പറയുന്നത് എന്താ? ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ, പ്രതിസന്ധികളിൽ, നഷ്ടകഷ്ടങ്ങളിൽ അല്ലാഹു ഒരു മുഅ്മിനിന് അവസരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ അവസരങ്ങൾ കണ്ടെത്താനുള്ള ബസീറത്ത്, ഉൾക്കാഴ്ച എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ വ്യക്തി കേന്ദ്രീകൃതമായ സംസ്കാരത്തിൽ സങ്കീർണമാകാതെ സമൂഹത്തിലേക്ക് പരന്നൊഴുകുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടിന്റെ ചിന്തയുടെ പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിരുന്നില്ല,